കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടൊന്നും പോയില്ല. അവനെ ഒരാൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ഞാൻ അവനെ രക്ഷിക്കാൻ നോക്കിയതേ ഉള്ളൂ. ഇക്കാലത്ത് എല്ലാവരും അവരവരെ വിശ്വസിക്കത്തില്ല. ഇവനാണെ അവനെ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ആ പുളി പറിക്കുന്ന സമയത്ത് കുട്ടിയൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തന്നിരിക്കാം. ആരീ കിടക്കുന്നത്? അതാ കള്ളൻ, അവനാ കിടക്കുന്നത്. അവൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയത്. ഉടനെ പോലീസിൽ വിളിച്ചു. അവനെ ഉടനെ തന്നെ അറസ്റ്റിലെടുക്കാം. ഇവരാണോ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? ചവിട്ടൂല്ലോ. നമ്മളവനെ അടിച്ച് നശിപ്പിക്കും. ഇനി പോലീസുകാരവിടെ ചെല്ലുമ്പോൾ അവനെ പിന്നെ അടിക്കുകയല്ലേ ചെയ്യുന്നത്. അതവന് നടക്കട്ടെ. നമുക്ക് കർമ്മയുണ്ടല്ലോ, അവന് കർമ്മ കിട്ടിക്കോളും. നമ്മൾ വെറുതെ എന്തിനാ അവനെ അടിക്കുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യം. ഇറങ്ങി ആരെയും കണ്ട പുളി എടുക്കല്ലെന്ന്. പിന്നെ നീ എന്തിനാണോ പുളി എടുക്കാൻ പോയത്? അടിയാൻ വെച്ച് തരും. പുളി കളയടാ, പുളി കളയടാ. നീ മേലെ അങ്ങനെ ചെയ്യാ. ഇപ്പൊ നിന്നെ തട്ടിക്കൊണ്ട് പോയ അയാൾ പോതില്ലായിരുന്നു. ആ അപ്പൂവനുള്ളതുകൊണ്ടാ രക്ഷിച്ചത്. ഇനി മേലെ ചെയ്താ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും ഞാൻ. അടിക്കുന്നില്ല, കൊച്ചിനെ അടിക്കുന്നില്ല. അയ്യോ, എന്തോ പറ്റി? അവനെന്തോ പറ്റി? അവൻ പുളി എടുത്ത് പോയപ്പോ തോണ്ട ആ അപ്പൂപ്പന ഉള്ളതുകൊണ്ട് ആ രക്ഷിച്ചത്. അപ്പോഴുണ്ടല്ലോ, ഇനി നീ ഇവനെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി മേലെ ഇവനെ വെളിയിറക്കിയ ഞാൻ ഇവന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു, വെളിയിറക്കലെന്ന്. ഞാൻ കേൾക്കുന്നത് എന്നെ നിന്നെ തട്ടിക്കൊണ്ട് പോയി ഞാൻ എല്ലാം പോകത്തില്ലായിരുന്നു. വടി എന്ത് വടി വേണ്ട. ഞാൻ ഇന്ന് 2 എണ്ണം കൊടുക്കലേ. എന്താ നീ മേലെ ചെയ്യുമോ നിന്റെ ഈ ആവർത്തനം? നമ്മൾ ആരും അറിയാതെ നമ്മുടെ കുട്ടികളെ എവിടെയൊന്നും വിടരുത്. നമ്മൾ എപ്പോഴും അവരെ സുരക്ഷിതമായിട്ട് നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കണം. അല്ലാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അല്ലാതെ നമ്മുടെ വീടിന് പുറത്തുള്ള തോട്ടിലോ അങ്ങനെ ഏരിയയിലൊക്കെ കുറെ ഇപ്പൊ അവന് മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ അവിടെ കളിക്കാനും മാങ്ങ കഴിക്കാനും ഒക്കെ പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് നമ്മൾ അവരുടെ കൂടെ പോയിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നോ അതിനെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. ഇതും പറഞ്ഞ് ഞാൻ എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.